അതായത് കരമടിയുടെ ഒരു ലാസ്റ്റ് ഒരു പോർഷനാണ് മടിയെന്ന് പറയുന്നത് കേട്ടോ. ഏപ്രിൽ 13 നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിലെ കാഴ്ചയാണ്. അപ്പോൾ ഫിഷ് മാർക്കറ്റിൻ്റെ തൊട്ട് താഴെ തന്നെ കരമടി വലിക്കുന്നുണ്ട് കേട്ടോ. മടി ഏകദേശം കയറാറായിട്ടുണ്ട്. എന്തെങ്കിലും മീനുണ്ടോ ഇല്ലെന്ന് നോക്കാം. അപ്പോൾ മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഈ കാണുന്ന ആൾക്കാർ ആ മടി ഒരുമിച്ച് കെട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നത്. 10-40 കൂടുതൽ ആൾക്കാർ മടി വലിക്കുന്നുണ്ട്. മീനുകൾ കിടക്കുന്ന ആ ഒരു സ്ഥലത്തിനാണ് മടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ചേർത്ത് കെട്ടിയിട്ടുണ്ട്. നമ്മൾ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ, കുറച്ചുകൂടി ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആ തിര ഇളകുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റും കേട്ടോ. അതായത് ഈ മടിയുടെ അറ്റമാണ് കേട്ടോ അത്. നമുക്ക് ഈ മടിയുടെ സൈഡിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. നെത്തോലി മീൻ ആ ഹോളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നുണ്ടോ? അങ്ങ് അറ്റം നിൽപ്പുണ്ട് കേട്ടോ. മടിയുടെ എൻഡിലായിട്ട് നിൽക്കുന്നുണ്ട്. മീനുണ്ട് കേട്ടോ, മീനുണ്ട്. നെത്തോലി മീനാണെന്നാണ് തോന്നുന്നത്. കൂടുതൽ നെത്തോലി എന്നാണ് തോന്നുന്നത്. നോക്കാം നമുക്ക് കേട്ടോ. കടല് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ആൾക്കാരും ചേർത്താണ് വലിച്ചുകൊണ്ട് പോകുന്നത്. അടി വലിച്ച് മുകളിലോട്ട് കയറുന്നില്ല. ജാഗുണ്ട് ഒരു അടിയില് ജാഗത്തിട്ട് ഓരോ അയ്യൂര് പോയി. ഇത് ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. സംഭവം മടി കരയ്ക്ക് കയറാതിരുന്നപ്പോഴേ ആൾക്കാർ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മീനുകൾ കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് നമുക്ക് കാണാൻ പറ്റത് നമ്മുടെ ജെല്ലി ഫിഷില്ലേ, ഇവിടെ ചൊറി എന്ന് പറയും കേട്ടോ, കടൽ ചൊറി എന്ന് പറയും. ആ സാധനമാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത്. ഇനി ലോക ജോലിയാണ് ഇവർക്ക്. കാരണം ഈ തട്ടുന്ന ഈ നെത്തോലി മീനൊന്നും ഈ ചൊറിയൊക്കെ മാറ്റിയിട്ട് ഈ ഓരോന്നായിട്ട് ഈ നെത്തോലി മീൻ എടുത്ത് മാറ്റേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അവർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ മടി കയറിയില്ലല്ലോ, അപ്പം ഒരുപാട് മീനുകൾ കാണുമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ ആ മടി ഓപ്പൺ ചെയ്തപ്പോഴാണ് കാണാൻ പറ്റിയത്. മടി മുഴുവനും ചൊറി എന്നുള്ള ഒരു സംഭവമാണ് കേട്ടോ. തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കയറിപ്പോൾ ആ ഒരു 1-2 കുട്ട ചിലപ്പോൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ മാർച്ച് 13 പള്ളം ഫിഷ് മാർക്കറ്റിൻ്റെ നേരെ താഴെ കരമടി വലിച്ചപ്പോൾ നമ്മുടെ ഈ കാണുന്ന ആൾക്കാർക്കൊക്കെ കിട്ടിയ മീനുകളുണ്ടാവും. എല്ലാം ഏകദേശം ഒരു 50-60 വയസ്സൊക്കെ പ്രായമുള്ള ആൾക്കാർ തന്നെയാണ്. 1-2 ആൾക്കാർ ഏകദേശം ഒരു 40-45 വയസ്സിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഇവരുടെ ഉപജീവന മാർഗമാണ് ഇന്നത്തെ അവസ്ഥ. കണ്ടല്ലോ നമ്മുടെ കൂട്ടുകാർ, ഇതാണ്.